എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്ന് ഞാൻ ഒരു പുതിയ വീഡിയോ ക്ലാസ് ആരംഭിക്കുകയാണ്, അക്കൗണ്ടൻസി പഠിപ്പിക്കാനായിട്ട്. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 2 ദിവസം മുമ്പ് എൻ്റെ അടുത്തേക്ക് ഒരു BCom വിദ്യാർത്ഥി വന്നു. എന്തിനാ വന്നതെന്ന് വെച്ചാൽ, അത് ഫൈനൽ ഇയർ ആണ്. അപ്പോൾ എനിക്ക് ഒന്നും കിട്ടുന്നില്ല എന്ന് പറഞ്ഞ വിദ്യാർത്ഥി വന്നത്. എനിക്ക് തോൽക്കോ എന്ന് ഭയങ്കര ഭയം, അതുകൊണ്ട് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം അക്കൗണ്ട്സ് പഠിക്കാൻ എന്നൊരു അപേക്ഷയുമായിട്ടാണ് ഈ വിദ്യാർത്ഥി എൻ്റെ അടുത്തേക്ക് വന്നത്. അപ്പോൾ എന്താണ് ഇങ്ങനെ ഈ അക്കൗണ്ടൻസി കിട്ടാതിരിക്കും കാരണമെന്ന് ഞാനൊന്ന് അന്വേഷിച്ചു. അപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ, കൊറോണ ബാച്ചായിരുന്നു. അതുകൊണ്ട് +1 +2 വേണ്ടത്ര രീതിയിൽ ക്ലാസ് കിട്ടിയില്ല. ഓൺലൈനിലായിരുന്നു പല ക്ലാസ്സുകളും. അത് ശരിക്കും അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല, പിന്നെ അത് ശരിക്കും എടുത്തില്ല. അതുകൊണ്ട് കാര്യങ്ങളൊന്നും മനസ്സിലാക്കാതെയാണ് +1 +2 പഠിച്ചത്. അക്കൗണ്ടൻസിന് കാര്യമായിട്ട് പഠിച്ചില്ല. പക്ഷേ എങ്കിലും ഗവൺമെൻറ് എല്ലാവരും പാസ്സാക്കിയ കൂട്ടത്തിൽ ആളും പാസ്സായിപ്പോയി. പക്ഷേ ഡിഗ്രി ഫൈനൽ ആയപ്പോഴാണ് ഒന്നും മനസ്സിലാവാത്തൊരവസ്ഥ. അപ്പോൾ അതിന് ഒന്ന് ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ പറഞ്ഞു, ഇങ്ങനെ ആരെങ്കിലും ഒന്നും ഇതിന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് അന്വേഷിച്ചപ്പോൾ ഇങ്ങനെ എൻ്റെ പേര് പറഞ്ഞു, ഇങ്ങനെ ഒരാളിങ്ങനെ അക്കൗണ്ടൻസി എടുത്തിരുന്നു. അപ്പോൾ അവിടെ നിന്ന് പോയി ചോദിച്ചു നോക്കുക, അങ്ങനെ വന്നതാണ്. അപ്പോൾ ഇതൊന്ന് ഹെൽപ്പ് ചെയ്യണം. അപ്പം ഞാൻ കുറേ കാലം മുമ്പ് അക്കൗണ്ടൻസിക്ക് ട്യൂഷൻ എടുത്തിരുന്നു. അപ്പോൾ അത് കേട്ടറിഞ്ഞിട്ടാണ് വന്നത്. അപ്പോൾ ഞാൻ മനസ്സിലായി. അപ്പോൾ ആൾ പറഞ്ഞു, ഇങ്ങനെ ഇതുപോലെ ഒരുപാട് കുട്ടികൾക്ക് അറിഞ്ഞുകൂടാ. എൻ്റെ ഒരു അവസ്ഥയിലാണ് ഒരു ക്ലാസ്സിലെ ഭൂരിഭാഗം കുട്ടികൾ. അപ്പോൾ കേരളത്തിലുടനീളം BComന് പഠിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥി ഇതുപോലെ ഉണ്ടാകാൻ സാധ്യത എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഇവരൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യാലോ. എന്തായാലും ഈ കുട്ടീനെ പഠിക്കാമെന്ന് ഞാൻ ഏറ്റു. അപ്പോൾ അതോടൊപ്പം തന്നെ ആ ക്ലാസ്സിനെ ഷൂട്ട് ചെയ്ത് യൂട്യൂബിൽ ഇടുന്ന പക്ഷം അത് മറ്റുള്ളവർക്കും എന്താ ഉപകാരമാവില്ലേ. വാഴ നനയ്ക്കുമ്പോൾ അതിൻ്റെ അടുത്ത് എന്താ പറയുക, ചീര വെച്ചാൽ ചീരി നനഞ്ഞ് കിട്ടുന്നവർക്ക് ചൊല്ലില്ലേ എന്ന പോലെ തന്നെ നമുക്കത് അധിക ചിലവല്ല. കാരണം ഷൂട്ട് ചെയ്യണം എന്നൊരു പണി കൂടുതലുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ ആർക്കെങ്കിലുമൊക്കെ ഉപകാരമാവുമല്ലോ. മറ്റേ ഇതിന് വലിയ പൈസ ചിലവില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു ചാനൽ തുടങ്ങിയത്. മനസ്സിലായി. അപ്പോൾ എനിക്ക് വലിയ അത് കൂട്ടത്തിൽ കുറച്ചൊരു കാര്യങ്ങളെ ആലോചിച്ചു. ആരെങ്കിലുമൊക്കെ അക്കൗണ്ടൻ്റായിട്ട് ജോലി ചെയ്യാനായിട്ട് താല്പര്യമുണ്ടോ? കാരണം അതിന് വളരെ ജോലി സാധ്യതയുള്ള ഒരു ഒന്നാണ് ഈ അക്കൗണ്ടൻറ്റിൻ്റെ ജോലി. പലയിടത്തും ആ കണക്കെഴുതാനൊക്കെ കിട്ടും. അപ്പോൾ അങ്ങനെ വല്ല ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ അവരെ ഹെൽപ്പ് ചെയ്യാം. കൂടാതെ ചിലവരൊക്കെ ബിസിനസ്സൊക്കെ ഇങ്ങനെ ആരംഭിക്കും. ബിസിനസ്സിൽ കണക്കുകളൊക്കെ എങ്ങനെ സൂക്ഷിക്കാൻ പലർക്കും അറിയില്ല. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഒരു വിവരം ഉണ്ടായാലും നല്ല രീതിയിൽ ബിസിനസ് കണ്ടക്ട് ചെയ്യാൻ പറ്റും. എത്രയാണ് നമ്മുടെ ആസ്തി, എത്ര ക്യാഷ് ഉണ്ട്, എത്ര ബാങ്കിൽ ക്യാഷ് ഉണ്ട്, ഏത് ഇനത്തിലേക്കാണ് ചിലവ് വന്നിട്ടുള്ളത്, നമുക്ക് എന്തെങ്കിലും ലാഭം വല്ലതും എങ്ങനെയൊക്കെ ഉണ്ടായിട്ടുള്ളത്, ഇൻകങ്ങളൊക്കെ ഏത് രൂപത്തിലാണ് വരുന്നത്, ഇതിനൊക്കെ വേർതിരിച്ചറിയണമെങ്കിൽ അതിൻ്റെ എല്ലാത്തിനും സെപ്പറേറ്റ് കണക്കുകൾ വേണം. അതൊക്കെ അറിയാമെങ്കിൽ നല്ല രീതിയിൽ നമ്മൾ എഫിഷ്യൻ്റായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും ഏതിന് ബിസിനസ്സിനെ. കാരണം വെച്ചാൽ എല്ലാത്തിനും കണക്കാണ് ഇമ്പോർട്ടൻ്റ്. നമ്മളെ കാരണന്മാർ ഒരു പറയാറുണ്ട്, എന്താ ഒരു ചൊല്ല്, ആറ്റിൽ കളഞ്ഞാലും അളന്ന് കളയണം. എന്താ ആ ചൊല്ലിൻ്റെ അർത്ഥം? അതിൻ്റെ പ്രാധാന്യം എന്താ? കാരണം എന്താ വെച്ചാൽ, കളയാണെങ്കിൽ പോലും ഒരു കണക്ക് വേണം, അത്രയേ ഉള്ളൂ. അത് നമ്മുടെ ലൈഫിലെ സക്സസിന് ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മുടെ ഇതിലും ഇമ്പോർട്ടൻ്റാണ്. നമ്മുടെ ബിസിനസ്സിൻ്റെയും സക്സസ്സിന്, അതാ വിജയത്തിന് വളരെ പ്രധാനപ്പെട്ടതാണ്. അതാണ് അതിന് കാരണം. അപ്പോൾ എന്താ അതുകൊണ്ടൊരു ഞാൻ വെച്ചാൽ, എന്തിനാ അതിപ്പോൾ ആട്ടിൽ കളയുമ്പോൾ അളന്ന് കളയണം എന്തിനിപ്പോൾ അളക്കാൻ പോണം, എന്തായാലും കളയല്ലേ എന്ന ആൾക്കാർ ചിന്തിച്ചു പോവാം. ഇല്ല, ഒരു പക്ഷേ നിങ്ങൾ ചിന്തിക്കുക അങ്ങനെ. കണക്കറിഞ്ഞാൽ കൺട്രോൾ ചെയ്യാം. ഇതാണ് നമ്മൾ കാരണന്മാർ പറഞ്ഞതിൻ്റെ അർത്ഥം. എന്താണ് കണക്കറിഞ്ഞാൽ കൺട്രോൾ ചെയ്യാം? കണക്കറിഞ്ഞാൽ കൺട്രോൾ ചെയ്യാം. അതോ അപ്പുറത്ത് ശ്രമിച്ചത് നമുക്ക് അല്ലേ? അത് സിമ്പിളായിട്ട് നമ്മുടെ നിത്യജീവിതത്തിലെ ഒരു അനുഭവത്തിൽ നിന്ന് തന്നെ നമുക്കത് മനസ്സിലാക്കാം, കണക്കറിഞ്ഞാൽ കൺട്രോൾ ചെയ്യുക എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ 4 പേരുണ്ടായിരുന്നു. അപ്പോൾ 4 പേര് പിന്നെ കല്യാണം കഴിഞ്ഞ് പോയി 2 പേരായി ചുരുങ്ങി. അപ്പോൾ നമ്മൾ അരി എൻ്റെ വൈഫ് എന്താ വെച്ചാൽ, അരി വയ്ക്കുന്ന അളവിനെ കുറിച്ച് വലിയ ഐഡിയ ഇന്നലെ ഒരു ദിവസം
2 നാഴിയരി വെച്ചു ഒരു ദിവസത്തേക്ക്. അപ്പോൾ അന്ന് നമ്മൾ ഊണൊക്കെ കഴിഞ്ഞ് കുറേ ബാക്കി വന്നു. പിറ്റേ ദിവസം ഞാൻ ചെന്ന് നോക്കിയപ്പോൾ വൈഫ് ചോറ് കൊണ്ട് കളയാൻ നോക്കുക. നോക്കുമ്പോൾ അരക്കലം ചോറ് കളയാൻ നോക്കുക. ഞാൻ നോക്കിയപ്പോൾ സാധാരണ നമ്മൾ വെക്കാറുള്ള കലത്തിലെ ചോറ് ഫുള്ളുണ്ടാവാറുണ്ട്. അതിൻ്റെ പകുതി കളയുക. അപ്പോൾ എനിക്കൊരു കണക്ക് കിട്ടിയ എന്താണ്, അരക്കലം ചോറ് കളയുന്നു. അരക്കലം ചോറ് കളയുന്നത് മനസ്സിലായി. എന്താണ്, ഒരു കൊല്ലം ചോറാണ് വയ്ക്കാറ്, പിന്നെ അതിലെ പകുതി കളയാണ് മനസ്സിലായി. കണക്ക് കിട്ടി എനിക്ക്, കളയുന്നതിൻ്റെ കണക്ക് കിട്ടി. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇനി നമ്മൾ ഇത്ര അധികം അരി വെക്കേണ്ട കാര്യം, ഇനി 2 നാഴി വെക്കേണ്ട, അതിന് പകുതി വെച്ചാൽ മതി. അപ്പോൾ പിന്നെന്തായി, അപ്പം എന്തായി, നമുക്ക് സംഭവിച്ചു, എൻ്റെ വൈഫ് എന്നെ ഒരു തീരുമാനം എടുക്കാൻ സഹായിച്ചു അല്ലേ. എനിക്ക് അധിക ചെലവ് കൺട്രോൾ ചെയ്യാൻ പറ്റി. അപ്പം എന്തായി, ഈ വേസ്റ്റ് ഒഴിവായി, ആ കാശ് ലാഭമായി അല്ലേ. അപ്പം കണക്കറിഞ്ഞാൽ 2 കാര്യം സംഭവിച്ചു. എന്താണ്, ഈ കൺട്രോൾ ചെയ്യാൻ പറ്റി. എങ്ങനെ ഉചിതമായി തീരുമാനം എടുക്കുക. ഇതെങ്ങനെയാണ് നമുക്ക് ഏത് അക്കൗണ്ടൻസി ചെയ്യുന്നത്. എന്താണ്, അക്കൗണ്ടൻസി കൃത്യമായ കണക്ക് അതിൻ്റെ നടത്തിപ്പിക്കാർക്ക് അഥവാ മാനേജ്മെൻറ്റിന് കൊടുക്കുന്നു. അങ്ങനെ കൊടുത്താൽ അവർ കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും, സ്ഥാപനത്തെ നല്ല നിലയിൽ എത്തിക്കാൻ കഴിയും. അത് മാനേജ്മെൻറ്റിന് ഏറ്റവും നല്ല ഉചിതമായ തീരുമാനം എടുക്കാൻ സഹായിക്കുന്നു. മനസ്സിലായി? ഇതാണ് അക്കൗണ്ടൻസിൻ്റെ ഏറ്റവും വലിയ ആവശ്യം. അതായത് മാനേജ്മെൻറ്റിനെ നല്ല തീരുമാനമെടുക്കാൻ സഹായിക്കുക, അതിനു വേണ്ടിയിട്ടുള്ള കണക്കുകൾ കൊടുക്കുക. അപ്പോൾ ആ കണക്കിനെ കുറിച്ചുള്ള പഠനമാണ് ശരിക്കും പറഞ്ഞാൽ ബികോം ഫൈനൽ ഇയർ. അത് മാനേജ്മെൻറ്റിനെ സഹായിക്കാനുള്ള അക്കൗണ്ട്, അത് കണക്ക്, അതിന് പറയും മാനേജ്മെൻറ്റ് അക്കൗണ്ട്സ് എന്ന് പറയും. ആ മാനേജ്മെൻറ്റ് അക്കൗണ്ട്സാണ് ഫൈനൽ ഇയർ ബികോംകാർ പഠിക്കുന്നത്. അപ്പോൾ അതിൻ്റെ എന്താണെന്ന് ചെറിയ സൂചന നൽകിയെന്ന് മാത്രമേ ഉള്ളൂ. മനസ്സിലായേ? അപ്പോൾ അങ്ങനെ കണക്ക് കൊണ്ട് സ്ഥാപനം നടത്തിയവർക്ക് വളരെയധികം ഉപയോഗം ഉണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള ബിസിനസ്സുകാരനെ അവർക്ക്. പിന്നെ ചില ആളുകൾ എന്താ വെച്ചാൽ ഓഹരിയിലൊക്കെ കച്ചവടം നടത്തുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ആദ്യം കുറവായിരുന്നു, ഇപ്പോൾ ഓഹരി വാങ്ങലും വിൽക്കലും അതുവഴി കാശുണ്ടാക്കുക, അതൊരു ബിസിനസ്സായി എടുത്തിട്ടുള്ള ചില ആൾക്കാരുണ്ട്. ആ ബിസിനസ് ഈ ഓഹരി വാങ്ങുമ്പോൾ നമുക്കറിയണം എന്തെന്ന്, ഇത് ഭാവിയിൽ ലാഭം എടുത്ത് വിൽക്കാൻ പറ്റുന്നതാണോ. അങ്ങനെ ലാഭം എടുത്ത് വിൽക്കാൻ പറ്റണമെങ്കിൽ കമ്പനി ലാഭത്തിലാവണം. ഈ കമ്പനി ലാഭത്തിലാവുമോ, കമ്പനിയുടെ അവസ്ഥ എന്താണ്, കമ്പനി പൊളിയോ, ഇത്തരം കാര്യങ്ങൾ കണക്കിലെടുത്തിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഓഹരി വാങ്ങുകയും വിൽക്കുകയും ചെയ്യുക. എന്നാലേ നമുക്കതിന് ലാഭം എടുക്കാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർ എന്ത് ചെയ്യണം, കമ്പനിയുടെ അവസ്ഥ മനസ്സിലാക്കണമെങ്കിൽ, അവന് ആസ്തി ബാധ്യതകളുടെ അവസ്ഥ അറിയണമെങ്കിൽ ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, അതിലാണ് ഇതൊക്കെ ഉണ്ടാവുക. അപ്പോൾ അത് വായിച്ച് മനസ്സിലാക്കാനുള്ള കഴിവ് നേടിയെടുക്കണം. അതുപോലെ ഈ കമ്പനി ലാഭമാണോ നഷ്ടമുണ്ടാക്കുക എന്നറിയാനായിട്ട് ലാഭനഷ്ടക്കണക്ക് അഥവാ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്താണെന്നും അത് വായിച്ച് മനസ്സിലാക്കാനും അതിൽ നിന്ന് കമ്പനിയുടെ പ്രവർത്തനത്തിൻ്റെ ഗതി മനസ്സിലാക്കാനും കഴിയണം. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, ഉചിതമായി തീരുമാനം എടുത്തുകൊണ്ട് ഈ ഷെയറുകൾ ഏതാണ് വാങ്ങേണ്ടത്, ഏതാണ് വാങ്ങാണ്ടിരിക്കേണ്ടത് എന്നൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവ് ശ്രദ്ധിക്കും. അപ്പോൾ അവർക്കൊക്കെ സഹായപരമായ രീതിയിൽ അക്കൗണ്ടൻസി എടുക്കുക എന്ന ഒരു കാര്യം ഞാൻ വിചാരിച്ചു. അതിൻ്റെ കൂടി ഫലമാണ് ഈ ക്ലാസ്, ട്യൂഷൻ ക്ലാസ്. അതുമാത്രമല്ല, ഈ ബികോം പോലത്തെ വിദ്യാർത്ഥികൾക്ക് 1.5 മാസം കൊണ്ട് എടുത്ത് തീർക്കും വേണം. അപ്പോൾ വളരെ വേഗത്തിൽ ദ്രുതഗതിയിൽ എന്തോ ക്രാഷ് കോഴ്സ് എന്നൊക്കെ പറയില്ല, അതുപോലെ ഇത്തരം വിദ്യാർത്ഥികളെ സഹായിക്കാനുള്ള ഒരു അക്കൗണ്ടൻസി ട്യൂഷൻ ക്ലാസ്സാണ് ഇത് ഞാൻ വിഭാവന ചെയ്തിട്ടുള്ളത്. മനസ്സിലായോ? അപ്പോൾ ക്ലാസ് എടുക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ തിയറി പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല. അത് നിങ്ങൾക്ക് ഇതിന് കൂട്ടത്തിലൂടെ തനിയെ മനസ്സിലായിക്കൊള്ളും. ഇപ്പോൾ ഞാൻ ഇപ്പോൾ പറഞ്ഞ ഉദാഹരണത്തിൽ നിന്ന് നിങ്ങൾക്ക് ഒരു തിയറി മനസ്സിലായി, എന്തിനാണ് അക്കൗണ്ടൻസി എന്നുള്ളത് ഇല്ലേ, അതുകൊണ്ട് എഴുതിയാൽ മതി. മനസ്സിലായോ? അപ്പോൾ ഇത്രയൊരു ലാഭവുമായിട്ട് പറയാനുള്ളത്, അപ്പോൾ ഈ അക്കൗണ്ടൻസി പഠിക്കുക, പരീക്ഷയിൽ ജയിക്കുക എന്ന ഒരു മോഹത്തോടെ വന്നിട്ടുള്ള വിദ്യാർത്ഥികളെല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടി എൻ്റെ ക്ലാസ്സിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ ക്ലാസ് നമ്മൾ തുടങ്ങുകയാണ്. ഞാൻ നിങ്ങളോട് ചോദിച്ചിട്ട്, എന്താണ് അക്കൗണ്ടൻസി അല്ല, അക്കൗണ്ടൻസി കേട്ടിട്ടുണ്ടോ നിങ്ങൾ? എന്താണ് അക്കൗണ്ടൻസി?
നമുക്ക് പറയാൻ പറ്റുമോ? നമ്മളൊരാൾ ലേമൻ ഒരു സാധാരണക്കാരൻ ചോദിക്കുകയാണ് എന്താണ് അക്കൗണ്ടൻസി എന്ന് നിങ്ങളോട് ചോദിക്കുക. എന്തായിരിക്കും നിങ്ങൾ ഏറ്റവും ലളിതമായി പറഞ്ഞു കൊടുക്കുക? അറിയോ? അറിയില്ല, ഞാൻ പറയാം. അതായത് അക്കൗണ്ടുകളുടെ ഒരു ശാസ്ത്രമാണ്. ഒരു ശാസ്ത്രമാണ് എന്ത്? ഈ കണക്കുകളെ സംബന്ധിച്ച എല്ലാ വിവരങ്ങളും ഉൾപ്പെട്ടൊരു ശാസ്ത്രം. അപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എന്ത് നമുക്ക് പറയാം? അക്കൗണ്ട്സ് എന്നുള്ളത് അക്കൗണ്ടുകളുടെ ഒരു ശാസ്ത്രമാണ്. അപ്പോൾ നമുക്ക് ചോദ്യം വരും, എന്താണ് അക്കൗണ്ട്സ് എന്നൊരു ചോദ്യം നിങ്ങൾക്ക് മുന്നിൽ വരും. എന്താണ് അക്കൗണ്ടൻസ്? എന്താണ് അക്കൗണ്ട്സ് എന്ന് പറഞ്ഞാൽ എന്താ? അത് കണക്കുകൾ തയ്യാറാക്കുന്നതിലൊരു ഉപകരണം ആണത്. കണക്കുകൾ കാരണം ബിസിനസ് സംബന്ധമായ വിവരങ്ങൾ നമുക്ക് ആവശ്യമുള്ളത് കണക്കിലാണ്, ഫിഗറിലാണ്, സംഖ്യകളിലാണ്. അതായത് നല്ലതാണോ പൊട്ടയാണോ അങ്ങനെയുള്ള ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള വിവരമല്ല നമുക്ക് ആവശ്യമുള്ളത്. ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള സംഖ്യകളിലുള്ള വിവരമാണ് ആവശ്യം. അത് വെച്ചാണ് എന്ത് കൃത്യമായിട്ട് നമുക്ക് കണക്ക് വെച്ചേ കണക്ക് കൂട്ടാൻ പറ്റും അല്ലേ? അപ്പോൾ കണക്ക് കൂട്ടണമെങ്കിൽ കണക്ക് വേണം, അതുകൊണ്ട് കണക്ക് വേണം നമുക്ക്. ആ കണക്കാണ് അതിനുള്ള ഒരു തരം, ആ കണക്ക് എഴുതി തയ്യാറാക്കാനുള്ള ഒരു ഉപാധിയാണത്. നമ്മൾ നേരത്തെ പറഞ്ഞത് നമുക്ക് എന്തിൻ്റെയൊക്കെ കണക്ക് ആവശ്യം വരിക? ആസ്തികളുടെ കണക്കറിയണം എന്ന് വെച്ചാൽ എത്ര കാശുണ്ട്, എത്ര ബാങ്കിൽ എത്ര കാശുണ്ട്, എങ്ങനെ ബിൽഡിംഗ് എത്രയുണ്ട്, അല്ലെങ്കിൽ മെഷീനറി എത്ര ഉണ്ട്, നമ്മുടെ ചരക്ക് എത്ര ഉണ്ട്, രൂപയുടെ ഉണ്ട്. ഇതൊക്കെയാണ് എന്ത് ആസ്തിയുടെ കണക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കൊടുക്കാനുള്ള അവിടെ എന്ന് വെച്ചാൽ എത്ര പേര് കൊടുക്കാനുണ്ട്, അവർ ഓരോരുത്തർക്ക് എത്ര സംഖ്യയാണ് കൊടുക്കാനുള്ളത്, ലോണുകൾ ഉണ്ടെങ്കിൽ അത് എത്ര കൊടുക്കാനുണ്ട്, ഉടമസ്ഥന് ഇറക്കിയ വഴിയിൽ എത്ര ഉടമസ്ഥന് കൊടുക്കാനുണ്ട്, അങ്ങനെയൊക്കെ ബാധ്യതകളാണ്. അപ്പോൾ ബാധ്യതകളെ കുറിച്ചും ആസ്തികളെ കുറിച്ചും കൃത്യമായിട്ട് കണക്ക് വേണം അല്ലേ? ഇപ്പോൾ എൻ്റെ ഒരു നിശ്ചിത ദിവസം നമുക്ക് തോന്നുന്നത് എൻ്റെ ബാങ്കിൽ എത്ര കാശുണ്ട് അറിയണം, അല്ലെങ്കിൽ കയ്യിൽ എത്ര കാശുണ്ട് ഇതറിയണമെന്ന് വെച്ചാൽ എന്ത് ചെയ്യണം? നമുക്ക് അതിൻ്റെ കണക്ക് വേണം അല്ലേ? നമ്മൾ ബിസിനസ്സിൽ ഇറക്കുമ്പോൾ നമ്മളൊരു 10 ലക്ഷം ഇറക്കി, അതിങ്ങനെ ക്രയവിക്രയം ചെയ്യുമ്പോൾ, അതായത് ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ കാശ് വരും പോവും ഒക്കെ ചെയ്യും. ബാങ്കിലിട്ടു, അപ്പോൾ കുറച്ച് കാശ് പോയി, നമ്മൾ പർച്ചേസ് ചെയ്തു, സാധനങ്ങൾ പർച്ചേസ് ചെയ്തു, സാധനങ്ങൾ പോയി, ഫർണിച്ചർ പർച്ചേസ് ചെയ്തു, സാധനങ്ങൾ പോയി, ആളുകൾ കൂലി കൊടുത്തു, കാശ് പോയി, ബാങ്കിൽ നിന്ന് കുറച്ച് ഇൻട്രസ്റ്റ് കിട്ടു, കാശ് വന്നു, അല്ലെങ്കിൽ ഞങ്ങൾ സാധനം വെച്ചപ്പോൾ കാശ് വന്നു. അപ്പോൾ കാശ് വരും വന്നു പോയിക്കൊണ്ടേയിരിക്കും ബിസിനസ്സിലല്ലേ? അപ്പോൾ നമ്മുടെ ആസ്തികൾ എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. ചരക്ക് വന്നു കഴിഞ്ഞാൽ ചരക്ക് അവിടെ ഇന്നൊന്നും സ്ഥിരമായിരിക്കില്ലേ, കാരണം അത് ചരക്ക് വെക്കും, പിന്നെ കാശ് വരും, വീണ്ടും ചരക്ക് വാങ്ങും. ഇങ്ങനെ ആസ്തികൾ അവിടെ എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ എപ്പോഴും ഏത് ആസ്തി എത്രയുണ്ട് രൂപയുടെ അവിടെ ഉണ്ട് എന്ന് ഏത് നിമിഷവും നമുക്ക് അറിയാൻ സാധിക്കണമെങ്കിൽ അതിൻ്റെ എല്ലാം കൃത്യമായ കണക്ക് നമ്മൾ വേണം. വന്നതിൻ്റെ ഒരു കണക്ക്, പോയതിൻ്റെ കണക്ക്. അപ്പോൾ ഏത് സമയത്ത് നമുക്ക് കണക്കെടുക്കാം. അപ്പോൾ നമുക്ക് എന്താണ് വേണ്ടത്? ഓരോ ആസ്തിയുടെയും വന്നതിൻ്റെയും പോയതിൻ്റെയും കണക്ക് എന്ന് വെച്ചാൽ കൂടിയതിൻ്റെയും കുറഞ്ഞതിൻ്റെയും കണക്ക് ഉണ്ടെങ്കിൽ എന്തുണ്ടാവും? നമുക്ക് എന്ത് എടുക്കാൻ പറ്റും? ഏത് സമയത്ത് കണക്ക് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഒന്നല്ല രണ്ട്, ഞാൻ 10 ലക്ഷം ഇറക്കി, അപ്പോൾ ബിസിനസ്സിലേക്ക് എത്ര കാശ് വന്നു? 10 ലക്ഷം വന്നു അല്ലേ? അതിന് 5 ലക്ഷം രൂപ ബാങ്കിൽ കൊണ്ടിട്ടു, അപ്പോൾ 5 ലക്ഷം പോയി. ഞാൻ കുറച്ച് ഫർണിച്ചർ മേടിച്ചു 1 ലക്ഷത്തിന്, അപ്പോൾ 1 ലക്ഷം പോയി. ഞാൻ കുറച്ച് ചരക്ക് മേടിച്ചു 1 ലക്ഷത്തിന്, അപ്പോൾ 1 ലക്ഷം ക്യാഷ് പോയി. അപ്പം എൻ്റെ കയ്യിൽ എത്ര കാശുണ്ട്? നമ്മൾ കണക്കൂട്ടിയെടുക്കാൻ അറിയാം. എന്താ എങ്ങനെ കണക്കെടുക്കുക? വന്ന കാശ് എത്ര ബിസിനസ്സിലേക്ക്? 10 ലക്ഷം. ആദ്യം 5 ലക്ഷം ബാഗിലിട്ട് വൈകിൽ പോയി, ഫർണിച്ചർ വൈകിൽ 1 ലക്ഷം പോയി, ഗുഡ്സ് വാങ്ങിയിൽ 1 ലക്ഷം പോയി, അത്രയും കാശ് പോയി. അപ്പോൾ വന്ന കാശിൻ്റെ ഒരു കണക്ക്, പോയ കാശിൻ്റെ ഒരു കണക്ക്, ഇവ വ്യത്യാസം കണ്ട എൻ്റെ കയ്യിലെ കാശ് കണ്ടുപിടിക്കാമല്ലോ ഇല്ലേ? അപ്പോൾ അതിൻ്റെ ഒരു കണക്ക് കിട്ടിയാൽ നമ്മൾ ഈ ആസ്തി കണക്കായി. ഇതുപോലെ ഓരോ ആസ്തിനും കണക്ക് വന്നതും പോയതിനും ഒരു കണക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ ഓരോ ആസ്തി കണക്ക് ഏത് സമയത്ത് നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. അത് ബാധ്യത സംബന്ധിച്ച് കൊടുക്കാത്തൊരു കൊടുക്കണ്ടായിരുന്നത്. ഇപ്പോൾ എക്സിന് നമ്മളിപ്പോൾ ഒരു 10,000 കൊടുക്കണ്ടായിരുന്നു, ഞാൻ 2 പ്രാവശ്യമായിട്ട് 3,000 2,000 കൊടുത്തു. ഇനി ബാക്കി എത്ര കൊടുക്കാനുള്ളത് കൃത്യമായിട്ട് പറയാം. ആകെ കൊടുക്കാനുള്ളത് 10,000 കൊടുത്തത്, 2 പ്രാവശ്യം കൊടുത്തത് 2,000 3,000. അപ്പോൾ ഇനി എത്ര കൊടുക്കാണ്ട്? 5,000 നമുക്ക് കണ്ടുപിടിക്കാം ഇല്ലേ? അത് കൊടുക്കാനുള്ളതിൻ്റെ കണക്കും കൊടുത്തതിൻ്റെ കണക്കും കിട്ടുക. അപ്പോൾ ബാധ്യതകളുടെ കണക്കും നമുക്ക് ഇതുപോലെ
ആകെ കൊടുക്കാനുള്ളവരുടെ ഒരു ലിസ്റ്റ്, കൊടുത്തതിൻ്റെ ലിസ്റ്റ് അറിഞ്ഞാൽ ഏത് സമയത്ത് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആ കണക്ക് കണ്ടുപിടിക്കാമല്ലേ. അപ്പോൾ എന്ന് വെച്ചാൽ എന്താണ് നമുക്ക് ആവശ്യമുള്ളത്? എപ്പോഴും ഓരോ ആസ്തിയും അതിലേക്ക് വന്നതിൻ്റെയും പോയതിൻ്റെയും കണക്ക്, കാശാണെങ്കിൽ കാശ് വന്നതിൻ്റെയും പോയതിൻ്റെയും ഒരു കണക്ക് അറിഞ്ഞാൽ നമുക്ക് എന്താ പറയാം, കാശിൻ്റെ കണക്ക് ഏത് സമയത്തും നമ്മൾക്ക് അറിയാൻ പറ്റും. അതുപോലെ ഓരോ ആസ്തിയും കണ്ടുപിടിക്കുക. അതിനൊരു കാര്യം എന്താ മനസ്സിലാവുന്നത്, നമുക്ക് ഓരോ ആസ്തിയുടെയും കണക്ക് ആവശ്യമാണ്. മനസ്സിലായ? ഓരോ ആസ്തിയുടെയും അതുപോലെ ഓരോ ബാധ്യതയുടെയും കണക്ക് ആവശ്യമാണ്. അപ്പോൾ ഓരോ ആസ്തിക്കും ഓരോ ബാധ്യതയ്ക്കും കണക്ക് വയ്ക്കാൻ സംവിധാനം ആവശ്യമാണ്, അല്ലേ? എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ലൈബ്രറിയിൽ പുസ്തകങ്ങൾ വയ്ക്കുമില്ലേ, പുസ്തകങ്ങൾ വയ്ക്കുന്നത് എന്താണ്, ഓരോ ഷെൽഫുകൾ ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ അതിൽ കഥ ബുക്ക്, അതായത് ചെറിയ കഥ ബുക്കൊക്കെ ഒരു ഷെൽഫ്, നോവൽ വയ്ക്കൊരു കണക്ക്, സൈറ്റിൽ ബുക്കുകൾ വയ്ക്കുക ഒരു കണക്ക്, ഒരു റാക്ക്, അങ്ങനെ പല റാക്കുകൾ ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക, നമ്മൾ പുസ്തകം അന്വേഷിക്കണമെങ്കിൽ, എനിക്കിപ്പോൾ ഒരു ഒരു സുവോളജിയുടെ ബുക്ക് അന്വേഷിക്കണമെങ്കിൽ സുവോളജിയുടെ ഷെൽഫിൽ ചെല്ലുക, ആ സുവോളജിയുടെ ഷെൽഫിൽ നിന്ന് അതിൽ നോക്കുക അല്ലേ. എന്ന പോലെ നമുക്ക് ഓരോ ആസ്തിയുടെയും ഓരോ ഷെൽഫ് ഒരു കണക്ക് വയ്ക്കാനുള്ള ഷെൽഫ് പോലും സംവിധാനം വേണം. വന്നതിൻ്റെ കണക്ക് വയ്ക്കുക, പോയതിൻ്റെ കണക്ക് വയ്ക്കുക. അപ്പോൾ നമുക്ക് എപ്പോഴും ബാലൻസിൻ്റെ എപ്പോഴും അവിടുത്തെ ആസ്തി കണക്ക് കിട്ടും. ലയബിലിറ്റി അതുപോലെ തന്നെ, ലയബിലിറ്റി കൂടിയതിൻ്റെ കണക്ക്, അത് ലയബിലിറ്റി കുറഞ്ഞതിൻ്റെ കണക്ക് എപ്പോഴുണ്ടെങ്കിൽ അത് കിട്ടുമല്ലോ. അപ്പോൾ അതിനൊരു സംവിധാനമാണ് അക്കൗണ്ട്സ്. എന്താണ് അക്കൗണ്ട്സ് എന്ന് പറഞ്ഞാൽ? ഒരു ഉപകരണമാണ്. എന്ത്? ഓരോ ആസ്തിയുടെയോ ഓരോ ബാധ്യതയുടെയോ അല്ലെങ്കിൽ ഒരു ചെലവിൻ്റെയോ അല്ലെങ്കിൽ ഒരു വരുമാനത്തിൻ്റെയോ കണക്ക് വയ്ക്കാനുള്ള സംവിധാനം, അതോ ഉപകരണത്തെയാണ് നമ്മൾ അക്കൗണ്ട്സ് പറയുക. അപ്പോൾ എന്താണ് ഒരു അക്കൗണ്ട്സ് എന്ന് പറഞ്ഞാൽ? അതായത് ബിസിനസ്സിലെ ആസ്തികളുടെയോ ബാധ്യതയുടെയോ ചെലവിൻ്റെയോ വരവിൻ്റെയോ ഒക്കെ കണക്ക് വയ്ക്കുന്നതിന് ഉള്ള ഒരു ഉപകരണം. ഓരോന്നിനും ഓരോ ഉപകരണം ആവശ്യമാണ്, സംവിധാനം ആവശ്യമാണ്. ആ സംവിധാനത്തെ വിളിക്കുന്ന പേരാണ് അക്കൗണ്ട്സ്. അത് നമ്മൾക്കിങ്ങനെ വിശദീകരിക്കാൻ നല്ലത് ഒരു പ്രാവശ്യം കാണിച്ചു തന്നാൽ നിങ്ങൾക്കത് വളരെ വ്യക്തമാകും. മനസ്സിലായി? ഒരു പ്രാവശ്യം കാണിച്ചു, 100 പ്രാവശ്യം പറയാൻ നല്ലൊരു പ്രാവശ്യം നിങ്ങൾക്ക് കാണാനല്ലേ. അപ്പോൾ ഒരു പ്രാവശ്യം അക്കൗണ്ട്സ് എന്താണെന്ന് വരച്ച് കാണിച്ചു തരാം. അതോടുകൂടി നിങ്ങൾക്ക് വളരെ ക്ലിയർ ആവും. മനസ്സിലായോ? അപ്പോൾ നമുക്ക് അതിന് നോക്കാം. അപ്പോൾ നമുക്ക് അക്കൗണ്ട്സ് എന്താണെന്ന് നോക്കാം. നിങ്ങൾ ആദ്യം തന്നെ ബുക്ക് തുറന്ന് ഒരു പേജ് എടുക്കുക. ഇതുപോലത്തെ ഒരു പേജ് എടുക്കുക. ആ പേജിനെ രണ്ടാക്കിയിട്ട് മുറിക്കുന്ന ഒരു വര വരയ്ക്കണം. അല്ലെങ്കിൽ അതിന് മുകളിൽ നിന്ന് അല്പം സ്ഥലം വിടണം കേട്ടോ. അതിന് ശേഷം വരയ്ക്കാൻ പാടും. അപ്പോൾ ഞാനത് നിങ്ങൾക്ക് വരച്ച് കാണിച്ചില്ല. അതായത് നിങ്ങളുടെ ഇതിൽ നിന്ന് ഇത് പേജാണെങ്കിൽ അതിനെ നമ്മൾ കുറച്ച് താത്തിട്ട് ഇങ്ങനെ ഒരു വര വരയ്ക്കുക. മനസ്സിലായ? അപ്പോൾ പേജിന് ഏകദേശം 1 ഇഞ്ചോ 1.5 ഇഞ്ചോ അതൊക്കെ ഇത്തിരി ഭംഗി അനുസരിച്ച് നിങ്ങളുടെ സൗന്ദര്യബോധം അനുസരിച്ച് ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ ഇങ്ങനെ വെർട്ടിക്കലായിട്ട് സെൻറ്ററിൽ നിന്ന് ഒരു വര വരയ്ക്കുക. ഇത്തിരി കനത്തിൽ അത് 2 വര വരയ്ക്കുക. മനസ്സിലായ? അപ്പോൾ ഇതിനെ ആ പേജ് 2 ഭാഗമായിട്ട് മാറും, 2 കഷ്ണങ്ങളായിട്ട് മാറും, 2 ഭാഗമായിട്ട് മാറും. ഇനി ഇതിനെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡ് എന്ന് പറയും. ലെഫ്റ്റ് സൈഡിൽ ഇതിങ്ങനെ 4 കോളംസ് നമ്മൾ വരയ്ക്കണം. അതേപോലെ വലത്തെ ഭാഗത്ത് 4 കോളംസും പ്രൊവൈഡ് ചെയ്യണം. മനസ്സിലായോ? അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ഒരു പേജ് എടുക്കുക, അതിൻ്റെ മേലെ നിന്ന് അല്പം സ്ഥലം വിട്ടതിന് ശേഷം ഒരു ഹൊറിസോണ്ടലായിട്ട് വര വരയ്ക്കുക. അതിൻ്റെ സെൻറ്ററിൽ നിന്ന് നേരെ താഴത്തേക്ക് അതായത് ആ ഷീറ്റിനെ 2ആയി മുറിക്കുന്ന തരത്തിൽ ഒരു വര വരയ്ക്കുക. അപ്പോൾ ആ പേജ് 2 ഭാഗമായിട്ട് മാറും. അതിൻ്റെ വരയ്ക്ക് വലത്തേക്കുള്ള ഭാഗം ഒരു ഭാഗം, ഇടത്തെ ഭാഗത്തൊരു ഭാഗം.
ഇടത്തെ ഭാഗത്ത് വീണ്ടും ഈ കാണിച്ച പോലെ 4 കോളംസ് പ്രൊവൈഡ് ചെയ്യുക. ഇതുപോലെ വലത്തെ ഭാഗത്തും 4 കോളംസ് പ്രൊവൈഡ് ചെയ്യുക. ഇങ്ങനൊരു സംവിധാനത്തെയാണ് നമുക്ക് എന്തെന്ന് പറയുക, അക്കൗണ്ട്സ് എന്ന് പറയുക. ഇതിന് മുകൾ ഭാഗത്ത് ഒരു പേരെഴുതും. ഉദാഹരണമായിട്ട് നമ്മൾ കാഷിൻ്റെ കണക്ക് വയ്ക്കാനാണ് ഇത് ഉപയോഗിക്കുന്നതെങ്കിൽ അതിനൊരു പേരെഴുതും. എന്തെന്ന്? ക്യാഷ് അക്കൗണ്ട് എന്ന് പറയും. ക്യാഷ് അക്കൗണ്ട് എന്ന് എഴുതുക. ക്യാഷ് അക്കൗണ്ട് എന്ന് എഴുതുക. ഇനി ഇവിടെ ഇടത്തെ സൈഡിൽ ഡെബിറ്റ് സൈഡിൽ നിന്നും വലത്തെ ഭാഗത്തെ ക്രെഡിറ്റ് സൈഡിൽ നിന്നും പറയും. ഇടത്തെ ഭാഗത്തെ ഡെബിറ്റ് സൈഡിൽ നിന്നും വലത്തെ ഭാഗത്തെ ക്രെഡിറ്റ് സൈഡിൽ നിന്നും പറയും. അപ്പോൾ ഇനി ക്യാഷിൻ്റെ വരവും ചെലവും അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ അതിനെ 2 ഭാഗമാക്കിയിട്ട് എഴുതിയാൽ മതി. പിന്നെ നേരത്തെ ഒരു ഉദാഹരണം പറഞ്ഞു. അപ്പോൾ ഉദാഹരണമായിട്ട് ജോർജ് എന്ന ഒരു ബിസിനസ്സുകാരൻ 10 ലക്ഷം ബിസിനസ്സിലേക്ക് ഇറക്കി. അപ്പോൾ ബിസിനസ്സിലേക്ക് 10 ലക്ഷം വന്നു. അതിൽ നിന്ന് 5 ലക്ഷം കൊണ്ടുപോയി ബാങ്കിൽ നിക്ഷേപിച്ചു. SBIയിൽ 5 ലക്ഷം നിക്ഷേപിച്ചു. അപ്പോൾ ക്യാഷ് 5 ലക്ഷം പോയി. അതിനുശേഷം 1 ലക്ഷത്തിൻ്റെ ഫർണിച്ചർ മേടിച്ചു. അപ്പോൾ എന്ത് സംഭവിക്കും? 1 ലക്ഷം ക്യാഷ് വീണ്ടും പോയി. ഇനി 2 ലക്ഷത്തിൻ്റെ ഗുഡ്സ് വാങ്ങിച്ചു. അപ്പോൾ 2 ലക്ഷം പോയി. ഇനി ഈ ഗുഡ്സ് എന്ത് ചെയ്തു വെച്ചാൽ കുറച്ചൊക്കെ വിറ്റു. അപ്പോൾ ആൾക്ക് അതിൽ 1.5 ലക്ഷം ക്യാഷ് വന്നു. പിന്നെ അഡ്വാൻസായിട്ട് ഒരു കെട്ടിടത്തിന് അഡ്വാൻസായിട്ട് 50,000 രൂപ കൊടുത്തു. ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കുകയാണ്. എത്രയാണ് അയാളുടെ കയ്യിൽ ഇപ്പോൾ ക്യാഷിൻ്റെ ആസ്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. എങ്ങനെയാണ്? നിങ്ങൾക്കറിയാം അതിൽ വന്ന ക്യാഷ് എത്രയാണെന്നും പോയ ക്യാഷ് എത്രയാണെന്നും. ഈ പറഞ്ഞ കാര്യങ്ങളിൽ നമ്മൾ എത്രയ്ക്കിന് ക്യാഷ് വന്നേ? അതായത് ബിസിനസ്സിലേക്ക് ഇറക്കിയപ്പോൾ 10 ലക്ഷം ബിസിനസ്സിലേക്ക് വന്നു. സാധനങ്ങൾ വിറ്റിട്ട് 1.5 ലക്ഷം വന്നു. അപ്പോൾ മൊത്തം വന്ന ക്യാഷ് എത്രയാണ്? 11,50,000 റുപ്യ വന്നു അല്ലേ? അപ്പോൾ വന്ന ക്യാഷൊക്കെ ഒരു ഭാഗത്ത് നിന്നും എഴുതുക. ഇനി എത്ര ക്യാഷൊക്കെ പോയേ? 5 ലക്ഷം രൂപ എന്ത് ചെയ്തു? ബാങ്കിൽ നിക്ഷേപിച്ചു. അപ്പോൾ ബിസിനസ്സിലെ ക്യാഷ് കുറഞ്ഞു. ബിസിനസ്സിൽ നിന്ന് ക്യാഷ് പോയി. പിന്നെ 1 ലക്ഷത്തിൻ്റെ ഫർണിച്ചർ മേടിച്ചു. അപ്പോൾ എന്ത് സംഭവിച്ചു? 1 ലക്ഷത്തിൻ്റെ ക്യാഷ് കുറഞ്ഞു. അപ്പോൾ 5 ലക്ഷം കുറഞ്ഞു, പിന്നെ 1 ലക്ഷം കുറഞ്ഞു. പിന്നെ എന്ത് ചെയ്തു? 2 ലക്ഷത്തിൻ്റെ ഗുഡ്സ് വാങ്ങി. അപ്പോൾ 2 ലക്ഷം പോയി. അങ്ങനെ മൊത്തം 3 ലക്ഷം പോയി. അല്ല, അപ്പോൾ 3 ലക്ഷം പോയി. 5 പിന്നെ 1 6 പിന്നെ 2 8 ലക്ഷം രൂപ അതിൽ നിന്ന് കുറഞ്ഞു അല്ലേ? അപ്പോൾ 8 ലക്ഷം കുറഞ്ഞു. ആകെ 11,50,000 റുപ്യ വന്നു. പിന്നെ ഒരു 50,000 റുപ്യ അഡ്വാൻസ് കൊടുത്തു. അപ്പോഴും ക്യാഷ് പോയി. അപ്പോൾ എത്രയായി? 8,50,000 റുപ്യ മൊത്തം ക്യാഷ് പോയി. 11,50,000 റുപ്യ ക്യാഷാകെ വന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇനി എത്രയാണ് പറഞ്ഞുകൂടെ? എത്ര ലക്ഷം ഇനി അതിലുണ്ട്? 11,50,000 രൂപയാണ് മൊത്തം വന്നത്. അതിൽ നിന്ന് പോയത് 8,50,000 ആണ്. അപ്പോൾ 8,50,000 കൂടെ 3 ലക്ഷം കൂടി കൂട്ടി 11,50,000. അപ്പോൾ 3 ലക്ഷം ക്യാഷാണ് ഇനി ബാക്കിയുള്ളതെന്ന് അറിയാലോ. അപ്പോൾ ഇപ്പോൾ അയാളുടെ കയ്യിലെ ക്യാഷ് കണ്ടുപിടിക്കാൻ നിങ്ങൾക്കറിയാം. ഇങ്ങനെ 2 ഗ്രൂപ്പായി തിരിക്കുക അല്ലേ? ആ ഇടപാടുകൾ 2 ഗ്രൂപ്പായി തിരിക്കുക. അസറ്റിനെ വന്നത്, ക്യാഷ് എന്ന അസറ്റ് വന്നത് ഒരു ഭാഗത്ത് എഴുതുക, ക്യാഷ് എന്ന അസറ്റ് പോയത് വേറെ ഭാഗത്ത് എഴുതുക. അവയുടെ വ്യത്യാസം കൂട്ടി വ്യത്യാസം കണ്ടാൽ എന്ത് കാണാൻ കഴിയും? നമുക്ക് ഇത് കാണാൻ കഴിയും. എന്ത്? ബാലൻസ് കാണാൻ കഴിയും. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് ക്യാഷിൻ്റെ കണക്ക് കിട്ടുന്ന സംവിധാനം ഉണ്ടല്ലോ. അതെങ്ങനെ ചെയ്യണം? അതായത് നമ്മൾ ചെയ്യേണ്ടത് വന്ന ക്യാഷൊക്കെ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ എഴുതുക, ചിലവായ ക്യാഷൊക്കെ റൈറ്റ് സൈഡിൽ കുളത്തിൽ എഴുതുക എന്ന് സങ്കല്പിക്കുക. എന്നിട്ട് 2 ഭാഗങ്ങളും
കൂട്ടി നമ്മൾ വ്യത്യാസം കണ്ടാണെങ്കിൽ ബാലൻസ് കാണാമെങ്കിൽ ക്യാഷിൻ്റെ അവസ്ഥ കാണാമല്ലോ. അപ്പോൾ ഇങ്ങനൊരു സംവിധാനം അപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ ഇടത് ഭാഗത്ത് വന്ന ക്യാഷിൻ്റെ ഇൻകമിങ്, വലത് ഭാഗത്ത് ക്യാഷിൻ്റെ ഔട്ട് ഗോയിങ്. അപ്പോൾ വന്ന ക്യാഷൊക്കെ ലെഫ്റ്റ് സൈഡിൽ ഇങ്ങനെ എഴുതുക, റൈറ്റ് സൈഡിൽ ഇത് എഴുതുക. അപ്പോൾ ക്യാഷിൻ്റെ കണക്ക് നമുക്ക് ഏത് സമയത്ത് കണ്ടുപിടിക്കാമല്ലോ. അപ്പോൾ ഈ ഒരു സംവിധാനമാണ് അക്കൗണ്ട്സ്. ഇതിനെക്കുറിച്ചുള്ള പഠനമാണ് അക്കൗണ്ടൻസി, ഇതിൻ്റെ ശാസ്ത്രമാണ് അക്കൗണ്ടൻസി. ഇതിലെഴുതി തയ്യാറെന്ന പ്രക്രിയയാണ് അക്കൗണ്ടിങ് എന്നൊക്കെ പറയാം. ഒന്നുകൂടി വിശദമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. സമയം അതിക്രമിച്ചു. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു ബ്രേക്ക് എടുക്കാം. അപ്പോൾ നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്ക് വിട. ഈ ക്ലാസ് വീക്ഷിച്ചതിന് എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ.